പത്തനംതിട്ടയിൽ ബൈക്ക് അപകടത്തിൽ മരിച്ച സുഹൃത്തിനെ വഴിയിൽ ഉപേക്ഷിച്ചു രക്ഷപ്പെടാൻ ശ്രമിച്ച കേസിലെ പ്രതി സഹദിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി ആറന്മുള പോലീസിന്റേതാണ് നടപടി. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ വകുപ്പ് ചേർത്ത് എഫ്ഐആറിൽ മാറ്റം വരുത്തി. 17 വയസ്സുള്ള സുധീഷാണ് സഹദിനൊപ്പം ബൈക്കിൽ യാത്ര ചെയ്യവേ അപകടത്തിൽ മരിച്ചത്. വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുകയാണ്. ശ്രീജിത്ത്, മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ചുമത്തി, അതേസമയം ജാമ്യമില്ലാ കുറ്റം തന്നെയാണ്. വിശദാംശങ്ങൾ. തീർച്ചയായും ജാമ്യമില്ലാ കുറ്റമാണെന്ന് പോലീസ് പറയുന്നുണ്ട്. ഇന്നലെ പക്ഷേ അപകടകരമായ ഡ്രൈവിംഗിനായിരുന്നു ഒരു കേസ് എടുത്തിട്ടുണ്ടായിരുന്നത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ തൽക്കാലം വേണ്ട എന്നൊരു തീരുമാനത്തിലേക്കായിരുന്നു പോലീസ് പോയത്. പക്ഷേ ഇയാളുടെ മുൻ ചരിത്രങ്ങൾ, ഈ വാഹനത്തിന് ഒരുപാട് പെറ്റിയും അടക്കമുണ്ട്, നിരവധി നിയമലംഘനങ്ങൾ ഇതിനകം തന്നെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അപ്പോഴാണ് കൃത്യമായി മോട്ടോർ വാഹന വകുപ്പിനെ കൂടി ബന്ധപ്പെട്ട ശേഷം ഈ എഫ്ഐആറിൽ ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുന്ന ആറന്മുള പോലീസ്. അതിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ സഹദിനെതിരെ ചുമത്തിയിട്ടുണ്ട്. 20-കാരനായ സഹദ് ഇതിനു മുൻപും സമാനമായ രീതിയിൽ അപകടകരമായി വാഹനം ഓടിച്ചിട്ടുണ്ട് എന്ന തരത്തിൽ പോലീസിന് വിവരം ലഭിച്ചു, അല്ലെങ്കിൽ അതിനുള്ള രേഖകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് അല്പസമയത്തിനകം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കാനാണ് തീരുമാനം. സൂരജിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി നെല്ലിക്കാലയിലെ വീട്ടുവളപ്പിൽ പൂർത്തിയായിരുന്നു. വിശദാംശങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരനാണ്.